എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ സംസാരിച്ച് നിർത്തിയത് ഫസ്റ്റ് സാമുവേലിൻ്റെ പുസ്തകമാണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ സംസാരിച്ച് നിർത്തിയിരിക്കുന്നത് നമ്മുടെ ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം വീഴുന്നത് അല്ലേ. അപ്പോൾ ദാവീദിൻ്റെ മേൽ അഭിഷേകം വീണു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമ്മൾക്കറിയാം. അതിനുശേഷം സംഭവിച്ചത് ദാവീദ് പതിവ് പോലെ അപ്പൻ്റെ ആടുകളെയൊക്കെ മേയ്ക്കുവാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ്? അതിൻ്റെ കൂട്ടത്തിൽ ഈ ദാവീദ് ശൗലിൻ്റെ വീട്ടിലേക്ക് ഒരു വരുത്തുപോക്ക് എന്ന് വെച്ചാൽ ശൗലിൻ്റെ വീട്ടിലൊരു ജോലി ദാവീദിനുണ്ട് എന്ന് വെച്ചാൽ ഈ ശൗലിൻ്റെ മേൽ, അതായത് ദാവീദിൻ്റെ മേൽ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ശൗലിൻ്റെ മേൽ എന്തു വന്നു? ആ ഒരു ദുരാത്മാവ്, ദൈവം അയച്ചൊരു ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. അപ്പോൾ ഈ ശൗലിൻ്റെ മേൽ ദുരാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശൗൽ എന്താണ് അവിടെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലൂടെ പോവുകയാണല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവർ ദാവീദിനെ കണ്ടെത്തി, ദാവീദ് എന്ന് വെച്ചാൽ അഭിഷേകമുള്ളതിനെ കണ്ടെത്തി, അഭിഷേകമുള്ളത് കിന്നരം വായിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആ ദുരാത്മാവ് വിട്ടുമാറും. അങ്ങനെ ശൗലിന് ആശ്വാസം ലഭിക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഫെലിസ്ത്യർ വീണ്ടും ആരോട് യുദ്ധത്തിന് വരികയാണ്? ഇസ്രായേലിനോട് യുദ്ധത്തിന് വരികയാണ്. അപ്പോൾ ഇസ്രായേൽ രാജാവായ ശൗലും പടജനങ്ങളും എല്ലാവരും ചേർന്ന് എവിടെ നിൽക്കുകയാണ്? ഒരു പർവ്വതനിരകളുടെ മുകളിൽ നിൽക്കുകയാണ്. ഇപ്രയും അതുപോലെ തന്നെ ഫിലിസ്തീയ സൈന്യവും അവിടെ എന്താണ്? ഒരു പർവ്വതനിരകളുടെ മുകളിൽ നിൽക്കുകയാണ്. താഴെ ഒരു താഴ്വാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പർവ്വതനിരയുടെ മുകളിൽ നിന്ന് ആര് വെല്ലുവിളിക്കുകയാണ്? ഈ ഫെലിസ്ത്യരിലെ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരുത്തൻ ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നത്, നിങ്ങളിൽ ഒരാൾ വന്നിട്ട് എന്നോട് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമയാകും, അതല്ല എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണല്ലേ. അപ്പോൾ വെല്ലുവിളിക്കുന്ന കൂട്ടത്തിൽ എന്താണ്? ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ പോലും ഇവർ വെല്ലുവിളിക്കുന്നുണ്ട്. ഈ മല്ലൻ, അതായത് ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഷായി എന്ന് പറയുന്ന മനുഷ്യൻ എന്താ ചെയ്തത്? തൻ്റെ മൂത്ത മൂന്ന് മക്കൾ എവിടെയുണ്ട്? പടയിൽ അവിടെ ശൗലിനോട് കൂടെയുണ്ട്. അപ്പോൾ ദാവീദിനെ, ഇളയ മകനായ ദാവീദിനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് അവരുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കുവാൻ പറഞ്ഞു വിടുന്നു. നമ്മൾക്കറിയാം അതൊക്കെ അല്ലേ. അവിടെ ചെല്ലുന്നു ദാവീദ് അവിടെ ചെല്ലുമ്പോൾ ദാവീദ് കാണുന്നത് എന്താണ്? ഈ മല്ലൻ ഇവിടെ കിടന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെയും ഇസ്രായേൽ മക്കളെയും ഒക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലേ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദാവീദിൻ്റെ മേലെ എന്താ വീണിരിക്കുന്നത്? അഭിഷേകം വീണിട്ടുണ്ടല്ലേ. അപ്പോൾ അഭിഷേകമുള്ളവന് അടങ്ങിയിരിക്കുവാനായിട്ട് പറ്റുന്നില്ല. അവൻ എന്താ ചെയ്ത്? അവൻ ചോദിച്ച്, ഈ മല്ലനെ കൊന്നാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് ഇവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ദാവീദിനോട് അവർ പറയുകയാണ്, നിങ്ങളുടെ എന്താണ് ഇതുപോലെ ശൗൽ രാജാവിൻ്റെ മകളെ വിവാഹം കഴിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫറുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ദാവീദ് ഇത് സംസാരിക്കുന്ന ഘട്ടത്തേക്ക് ജ്യേഷ്ഠന്മാർക്ക് അവനോടങ്ങ് ദേഷ്യം വന്നു അല്ലേ. നീ എന്തിനാ, നീ പട ഇവിടെ കണ്ട് സന്തോഷിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി അവർക്ക് ദേഷ്യം വരുവാനുള്ള കാരണം എന്താണ്? ഇവർക്കറിയാമല്ലേ, വീട്ടിനകത്തോട്ട് നമ്മുടെ സമൂൽ പ്രവാചകൻ വന്നപ്പോൾ ഇവരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തിയല്ലേ. ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് തൈലക്കും ആരുടെ മേലാണ് ഒഴിച്ചിരിക്കുന്നത്? ദാവീദിൻ്റെ മേലാണ് വീണിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദേഷ്യവും കൂടി ആർക്കുണ്ട്? ഈ ജ്യേഷ്ഠന്മാർക്കുണ്ട്. അതുകൊണ്ട് അവനോട് പറഞ്ഞു, നീ പട കാണാനാണോ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനോട് കോപിച്ചപ്പോൾ അവൻ, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? അപ്പുറത്തോട്ട് മാറി നിന്ന് അടുത്ത ആളോടും ചോദിച്ചു. കാരണം ഈ അഭിഷേകമുള്ളവന് ദൈവത്തെ ഇവൻ വെല്ലുവിളിക്കുന്നത് കണ്ടപ്പോൾ, ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്നത് കണ്ടപ്പോൾ ഈ അഭിഷേകമുള്ളവൻ അവിടെ അങ്ങ് അടങ്ങിയിരിക്കുവാൻ പറ്റുന്നില്ല. കാരണം ഇത് ദൈവത്തിന് വിരോധമായിട്ടാണ് ഇവിടെ അല്ലേ ഈ മല്ലൻ ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഈ ദാവീദ് ചോദിച്ച കാര്യമൊക്കെ ശൗൽ രാജാവിൻ്റെ മുൻപിലെത്തുന്നു. ശൗൽ ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണല്ലേ. അങ്ങനെ ദാവീദിനെ പടച്ചട്ടകളും എല്ലാം അണിയിച്ചോട്ട് വിടുകയാണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, എനിക്കിതൊന്നും ശീലമില്ല അല്ലേ. അതിനു മുൻപേ ശൗൽ രാജാവ് ചോദിക്കുന്നുണ്ട്, നീ ബാലനാ, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറയുകയാണ്, അല്ലല്ല, ഞാനിങ്ങനെ ആടിനെ മേയ്ക്കുവാനായിട്ട് പോയപ്പോൾ ഒരു കരടിയും ഒരു സിംഹവും എൻ്റെ മേൽ വന്നു, അതെൻ്റെ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാനെന്താ ചെയ്തത്? അതിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ചു. അതിനുശേഷം അതിൻ്റെ താടിയെല്ലിന് പിടിച്ചു, ഞാൻ അതിനെ അടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയുകയാണ്. എന്നിട്ട് അതേ സ്പോട്ടിൽ ആദ്യം പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞിട്ട് അതേ സ്പോട്ടിൽ താഴോട്ട് നമ്മൾക്ക് വായിക്കുവാനായിട്ട് പറ്റും. അവിടുന്ന് പറയുകയാണ്, ഈ കരടിയുടെയും സിംഹത്തിൻ്റെയും ഒക്കെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ആരാന്നറിയാം? എൻ്റെ ദൈവമായ യഹോവയാണ് എന്നെ രക്ഷിച്ചത്. ആ ദൈവം ഇവിടെയും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എന്താണ് അവിടെ യഹോവയാം ദൈവത്തിൻ്റെ നാമത്തെ അങ്ങ് ഉയർത്തിയല്ലേ. നാമത്തെ അങ്ങ് ഉയർത്തിയിട്ട് ആ നാമത്തിൻ്റെ ബലത്തിൽ എന്താ 5 കല്ലും ഒരു കവണിയൊക്കെ ആയിട്ട് പുള്ളി അങ്ങോട്ട് പോവുകയാണ്, ഈ മല്ലൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ മല്ലൻ ഇത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ശരിക്കും അങ്ങ് പരിഹസിച്ചു അവനെ. പക്ഷേ അവിടെ ദാവീദ് പറയുന്നുണ്ട്, നീ ഇത്രയും നാൾ നിനക്കൊക്കെ പരിചയമുള്ളത് എന്താണ്? നിനക്കൊക്കെ പരിചയമുള്ളത് ഇങ്ങനെ ഈ വടിയും കുന്തവും ഒക്കെ പിടിച്ച് യുദ്ധ സാമഗ്രികളുമായിട്ട് യുദ്ധം ജയിച്ച ചരിത്രമല്ലേ നിനക്കറിയത്തുള്ളൂ. എന്നാൽ ഞാൻ ആരാധിക്കുന്ന ദൈവം അങ്ങനെയല്ല. ഞാൻ ആരാധിക്കുന്ന ദൈവം എന്താണ്? ആ ദൈവത്തിന് അല്ലാതെയും യുദ്ധങ്ങളെ ജയിക്കുവാനായിട്ട് പറ്റും. എന്നിട്ട് അവിടെ പറയുകയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് പറയുകയാണ്. എന്നിട്ടാണ് ദാവീദ് ഒരു കല്ലെടുത്തിട്ട് കവണിയിൽ വെച്ചിട്ട് ഇങ്ങനെ
അല്ലേ? നമ്മൾക്കറിയാം ഇതിനകത്ത് യൂട്യൂബിനകത്തൊക്കെ നോക്കിയാൽ നമ്മൾക്കറിയാം ഇങ്ങനെ ഈ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ പിള്ളേരൊക്കെ കളിക്കുന്ന കളിയാണ്. ഇങ്ങനെ കല്ല് വെച്ചിട്ട് അങ്ങ് എറിഞ്ഞു അല്ലേ? എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആരുടെ നെറ്റിക്ക് കൊണ്ടു? നമ്മുടെ ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് കൊണ്ടു. പുള്ളി അവിടെ വീണു. അപ്പോൾ ഈ കല്ലുകൊണ്ട് വീഴാനുള്ളതേ ഉള്ളോ അവൻ? അല്ലല്ലല്ലല്ല. പക്ഷേ ആ കല്ലിൻ്റെ കൂട്ടത്തിൽ എന്ത് വ്യാപരിച്ചു? ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾക്കറിയാം മല്ലനെ അവിടുന്ന് അവൻ്റെ തന്നെ വാളൂരി അവനെ കൊന്നു കളയുന്നതൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ ഈ മല്ലൻ എന്താണ്, 40 ദിവസമാണ് ഈ ഗോലിയാത്ത് ഇവരെ എന്താണ് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ചത്. കഥയൊക്കെ നമ്മൾ കേട്ട് 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 മടുത്തതാ അല്ലേ? എന്നാൽ ഇവിടെ എന്താണ്, ഈ 40 ദിവസം ഇവരെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരുന്ന ആ ഒരു ഫെലിസ്ത്യ ശക്തിയെ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവൻ ഒരൊറ്റ കല്ലുകൊണ്ട് അവനെ വീഴ്ത്തി അല്ലേ? എന്ന് വെച്ചാൽ ഇന്ന് ഇതിനകത്തുനിന്ന് ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ളതും, നമ്മൾക്കെതിരെയും ശത്രു ഇങ്ങനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മളെ വീഴ്ത്തിക്കളയുവാൻ നമ്മൾക്കെതിരെ നമ്മളെ കഴിഞ്ഞ് ബലമേറിയ ശത്രുക്കളും നമ്മൾക്കെതിരെ നിന്നിങ്ങനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുക. ഒന്നും ചെയ്യുവാൻ കഴിയാതെ നമ്മളിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്, നമ്മൾ വിചാരിക്കുക നമ്മളുടെ ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും ഒന്നും ഇതിനെ നേരിടുവാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ദൈവത്തിന് പറയുവാനുള്ളത്, ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ മേൽ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാവും? നിന്നെ കാലങ്ങളായിട്ട് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ നിന്നിലൂടെ തന്നെ, നിന്നിൽ വീണിരിക്കുന്ന അഭിഷേകത്തിലൂടെ ദൈവം തകർത്ത് ദൈവം ജയം ഒരുക്കി തരും. അതവിടെ പറയുന്നത് എന്താണ്? യുദ്ധം ആർക്കുള്ളത്? നീ യുദ്ധത്തിൽ പോയാൽ ജയിക്കത്തില്ല. പക്ഷേ യുദ്ധം ആര് ചെയ്യണം? നിന്നിലൂടെ യഹോവയാം ദൈവം യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് എന്താ സംഭവിക്കും? അവിടെ ജയം കിട്ടും. അതാണ് ഈ വചനത്തിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾക്കറിയാം അവിടെ എന്താണ്, ഇസ്രായേൽക്കാർ ഗോലിയാത്ത് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫെലിസ്തരെ കീഴടക്കുന്നുണ്ട്. ഫെലിസ്തരെ കീഴടക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്രായേൽ കന്യകമാരൊരു പാട്ടങ്ങ് പാടുകയാണ്. അവരെന്താ പറഞ്ഞത്? അവർ പറയുകയാണ്, ഇതൊരു വലിയൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതല്ലേ. ഒരു കൊച്ചു പയ്യൻ എന്താണ്, ഒരു അവരെ മുഴുവൻ വെല്ലുവിളിച്ചിരുന്ന ആ ഒരു മല്ലനെ, 40 ദിവസം വെല്ലുവിളിച്ച മല്ലനെ അങ്ങ് തകർത്ത് കളഞ്ഞു. അപ്പോൾ തകർത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്രായേൽ കന്യകമാർ പാട്ട് പാടുക. എന്താ പാടിയത്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. എന്ന് വെച്ചാൽ ദാവീദിൻ്റെ ആ ഒരു ഒറ്റ യുദ്ധം എന്ന് പറയുന്നത് അത്രയും വിലയേറിയ ഒരു യുദ്ധമായിരുന്നു. കാരണം ദാവീദല്ല യുദ്ധം ചെയ്തത്, അവിടെ യഹോവയാം ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ആ പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് നമ്മൾക്കറിയാമല്ലേ? ശൗലിന് ഒരു അസൂയ വന്നു. ആരോട്? ദാവീദിനോട് അസൂയ വന്നു. ദാവീദിനോട് അസൂയ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അഭിഷേകത്തിൽ നിന്ന് വീണവൻ അഭിഷേകമുള്ളവനെ കണ്ടപ്പോൾ അവനിൽ എന്തുണ്ടായി? അസൂയ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾക്കറിയാമല്ലേ? ദാവീദിനെ കൊല്ലുവാനായിട്ട് നടക്കുന്നതും, പിന്നെ ദാവീദ് ഇവനെ പേടിച്ച്, ശൗലിനെ പേടിച്ച് ഓടിപ്പോകുന്നതും, ഫെലിസ്തരുടെ ദേശത്തോട്ട് തന്നെ ഓടിപ്പോകുന്നതും ഒക്കെ നമ്മൾക്കറിയാമല്ലേ? അതിനുശേഷം ഈ ദാവീദിൻ്റെ കരത്തിലോട്ട് ശൗൽ വന്ന് പെട്ടതാ. പക്ഷെ അവിടെയൊക്കെ എന്താണ്, ദാവീദ് അവനെ എന്താ പറയുക, കുറ്റം വിധിക്കുവാനായിട്ട്, അവനെ കൊല്ലുവാനായിട്ടൊന്നും പോയില്ല. എന്നിട്ട് ദാവീദ് പറയുകയാണ്, എനിക്കും നിനക്കും തമ്മിൽ എൻ്റെ ദൈവം എൻ്റെ നീതി വെളിപ്പെടുത്തട്ടെ അല്ലെ, ദൈവം എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ദാവീദിനോട് ശൗലിനോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾക്കറിയാം. അതിനുശേഷം എന്താണ്, ഇവർ അമാലേക്കരോ ദാവീദൊക്കെ ഇങ്ങനെ യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാ? ഫെലിസ്ത്യ ദേശത്താണ്. അവിടെ അല്ലേ? അവിടെ ഫെലിസ്ത്യ ദേശത്താണ്. പക്ഷേ അവിടെ ഫെലിസ്ത്യ ദേശത്ത് യുദ്ധത്തിന് പോയി അവർ മടങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? സിക്ലാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇങ്ങനെ അമാലേക്കർ വന്ന് പിടിച്ചിരിക്കുക. ഒരു യുദ്ധം എവിടുന്ന്? ഈ ഫെലിസ്ത്യരുടെ യുദ്ധം വരുന്നു. അങ്ങനെ നാനാ ഭാഗത്തുനിന്ന് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്താണ്, അമാലേക്കർ അടുത്തത് വന്നിട്ട് എന്താണ്, ഈ ദാവീദിൻ്റെ എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് വരിക. 2 ഭാര്യമാരും കുട്ടികളെയും കൂടെയുള്ളവരുടെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയിരിക്കുക. അപ്പോൾ ദാവീദ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ദാവീദ് ബലമില്ലാതാകുവോളം കരഞ്ഞു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. കരഞ്ഞിട്ട് എല്ലാവരും കൂടെ ദാവീദിന് നേരെ അങ്ങ് തിരിഞ്ഞു അല്ലേ? ദാവീദിന് നേരെ തിരിഞ്ഞു എന്ന് വെച്ചാൽ ഒരു വിധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിക്കകത്ത് ആര് പെട്ടിരിക്കുക? ദാവീദ് പെട്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഭാഗത്ത് ശൗല് ഇവനെ പിടിക്കുവാനായിട്ട് വരുന്നു, കൊല്ലുവാനായിട്ട് വരുന്നു. മറുഭാഗത്ത് ഈ അമാലേക്കർ വന്ന് കൊണ്ടുപോയി. പിന്നെ ഫെലിസ്ത്യർ എന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ശത്രുവിൻ്റെ കരത്തിലാണ്, ശത്രുവിൻ്റെ പാളയത്തിനകത്താണ് ആരുള്ളത്? ദാവീദുള്ളത്. അങ്ങനെ എല്ലാ വിധത്തിലും ദാവീദ് ഇങ്ങനെ ബുദ്ധിമുട്ടി ഇരിക്കുമ്പോഴാണ് ഉള്ളതെല്ലാം പോയി ആകപ്പാടെ 4 ഭാഗത്തു നിന്നും ദാവീദിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഞെരുക്കത്തിൻ്റെ ഇടയിൽ ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് ബലമില്ലാതാകുമ്പോഴും കരഞ്ഞിട്ട് ദാവീദിന് മനസ്സിലായി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ദാവീദ് എന്ത് ചെയ്തു? തനിക്കറിയുന്ന തൻ്റെ ദൈവത്തെ വിളിച്ച് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കുന്ന ആ ഒരു ദൈവത്തെ അങ്ങ് വിളിച്ചു വന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ?
യഹോവയാം ദൈവം പറഞ്ഞു, നീ പിന്തുടർന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അതെല്ലാം അതിന്മേൽ ദാവീദിനല്ലേ ജയം കൊടുത്തു. എല്ലാം മടക്കി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദിന് ഇവിടെ ഒരു സ്വസ്ഥത ഏകദേശം ഒന്ന് ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇസ്രായേലിൽ എന്താണ്, ഇസ്രായേൽ പാളയത്തിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ്. ഫെലിസ്തീർ വീണ്ടും ആർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്, ഇസ്രായേൽക്കാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ ദാവീദും നമ്മുടെ ശൗലും ടീമുകളൊക്കെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം നടന്നു. പ്രവാചകൻ അങ്ങ് മരണപ്പെട്ടു പോയി. പ്രവാചകന്റെ സമയം കഴിഞ്ഞു, പ്രവാചകൻ മരണപ്പെട്ടു പോയി അല്ലേ, സാമുവേൽ പ്രവാചകൻ മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫെലിസ്തീർ യുദ്ധത്തിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശൗലിന് എന്താണ്, ഒരു രക്ഷയുമില്ല. ശൗല് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവം മിണ്ടുന്നില്ല. പ്രവാചകന്മാരിലൂടെ ആരിലൂടെയും ദൈവം അങ്ങ് സംസാരിക്കുന്നില്ല. ആകെ ദൈവം മൗനമായിട്ടിരിക്കുകയാണ്. എന്താ കാരണം? ശൗലിനെ അങ്ങ് തള്ളിക്കളഞ്ഞു. അവൻ്റെ മേൽ അഭിഷേകമില്ല. അഭിഷേകം അവനിൽ നിന്നും അങ്ങ് വിട്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം സൈലൻ്റായി അല്ലേ. അപ്പോൾ ദൈവം സൈലൻ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ശൗൽ എന്താ ചെയ്തത്? ശൗൽ ഒരു കുറുക്ക് വഴി തേടിയിട്ട് ഒരു മന്ത്രവാദിനിയുടെ അടുത്ത് പോയതും ഒക്കെ നമ്മൾക്കറിയാം. എന്നിട്ട് സാമുവേൽ പ്രവാചകനെ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? ശൗലിനോട് പറഞ്ഞു, നിന്നെ ദൈവം കൈവിട്ടതാ അല്ലെ, നീ എന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ ദൈവം കൈവിട്ടതാ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾക്കറിയാം അവസാനം എന്താ സംഭവിച്ചത്. ആ യുദ്ധക്കടത്തിൽ ആര് വീണുപോയി? ശൗലിൻ്റെ പുത്രന്മാരും ഒക്കെ വീണുപോയി എന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അതോടെയാണ് ഈ ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇവിടെ എന്താ സംഭവിച്ചത്? ശൗലിന് പറ്റിയ അബദ്ധം എന്തായിരുന്നു? ശൗല് ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവാൻ തയ്യാറായില്ല അല്ലേ. തന്നെ അഭിഷേകം ചെയ്ത് നിർത്തിയ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവാൻ ആര് തയ്യാറായില്ല? നമ്മുടെ ശൗൽ തയ്യാറാകാതിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? അതുപോലെ ദൈവം പറഞ്ഞതൊക്കെ അനുസരിക്കാതെ തന്നിഷ്ടത്തിന് നീങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം രാജത്വം എടുത്തു മാറ്റി. അത് മാത്രമാണോ സംഭവിച്ചത്? ഏറ്റവും ഇവന്റെ രാജ്യത്വത്തെ നിലനിർത്തിക്കൊണ്ടിരുന്ന ഇവൻ്റെ അഭിഷേകത്തെ ദൈവം അങ്ങ് എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഈ അധികാരം കൊണ്ട് ഒരു ഗുണവുമില്ലാതെയായി തീർന്നു അല്ലേ. ഒരു ഗുണവുമില്ലാതെയായി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എന്താ ചെയ്തത്? ഇവൻ ആ പടയിൽ പട്ടുപോയി. അത് എങ്ങനെയാണ് പട്ടുപോയത്? ഇവൻ തന്നെ മരിക്കുക ചെയ്തതല്ലേ. നമ്മുടെ ശൗല് തന്നെ അവിടെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ശൗലിൻ്റെ ജീവിതത്തിൽ വന്നു. ഓർക്കുക, ഇതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണല്ലേ. ദൈവത്തെ മറുതലിച്ചും ദൈവത്തിൻ്റെ ആലോചനയെ മറുതലിച്ചും തൻ്റെ മേൽ പകർന്ന അഭിഷേകം പകർന്ന തന്നെ ഈ നിലയിൽ എത്തിച്ച ദൈവത്തെ ധിക്കരിച്ച് സ്വന്തം വഴിയിലൂടെ ചരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അഭിഷേകം നീങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവനിലുള്ള അധികാരം കൊണ്ടോ ഒരു ഗുണവുമില്ലാതായിപ്പോയി. അവസാനം ശൗൽ അവിടെ വീണു പോകുവാനായിട്ടിടയായി. ഇത് ദൈവം നമ്മൾക്ക് തരുന്ന ഒരു മുന്നറിയിപ്പും കൂടിയാകട്ടോ. ദൈവം നമ്മളെ അഭിഷേകം തന്ന് എവിടെയെങ്കിലുമൊക്കെ സ്ഥാനത്താക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ തന്നിഷ്ടത്തിന് പോകാതെ ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം. ഇന്ന് നമ്മൾക്കറിയാം പല പ്രവാചകന്മാരും പല അഭിഷിക്തന്മാരും വീണു പോകുന്നത് അവിടെയാ അല്ലേ. ദൈവം പറയാത്ത ആലോചന പറഞ്ഞും ദൈവത്തിന് കീഴടങ്ങാതെ സ്വന്തം വഴിയിൽ പൈസയ്ക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി സ്വന്തം വഴിയിലൂടെ ചരിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവരിൽ നിന്ന് ദൈവം അഭിഷേകം തിരികെ എടുത്തത് ഇവരറിയാതെ പോകുന്നു. അങ്ങനെ ഇവർ വലിയ പ്രതിസന്ധിയിലാകെ പോകുന്നു. ഇവരെന്താണ് വീണു പോകുന്നു അല്ലേ. ഇതൊക്കെ തന്നെയാണ് അവിടെയും സംഭവിച്ചത്. ഓർക്കുക, ഇനി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതൊക്കെ പദവിയിലെത്തിയാലും എത്ര വലിയ ഉന്നത പദവിയിൽ നമ്മൾ എത്തപ്പെട്ടാലും നമ്മളുടെ കരത്തിൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകമാണ് നമ്മളെ എവിടെ എത്തിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലത്തെ കാര്യം എന്താണ്? ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ് എന്ന് മറന്നു പോകരുത്. അഭിഷേകമില്ല എങ്കിൽ നമ്മൾ ഒന്നുമല്ലാത്തവരായി തീരുമെന്നാണ് ഇതിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ളത്. അതുകൊണ്ട് നമ്മളുടെ കരത്തിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ സൂക്ഷിക്കുക. അതിനെന്ത് ചെയ്യണം? ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നവരായിരിക്കണം, ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അഭിഷേകം നമ്മളെ വിട്ടു മാറത്തില്ല. അഭിഷേകം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ശൗലിനെ പോലെ നമ്മൾ വീണു പോകുവാനായിട്ടിടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഓർക്കുക, ഇവിടെ മറ്റു സൈഡ് എന്താണ്? അടുത്ത സൈഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിഷേകം വീണ ദാവീദല്ലേ. അവന് ചുറ്റും 4 പാടും വിഷയങ്ങളുടെ ഒരു പെരുമഴ തന്നെ അവൻ്റെ മുൻപിൽ വന്നപ്പോഴും അവനെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നപ്പോഴും അവൻ ആരിൽ ആശ്രയിച്ചു? യഹോവയാം ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവം അവന് സകലത്തിലും ജയം നൽകി അല്ലേ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇതാണ് ഈ ഒരു വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഒന്ന്, അഭിഷേകം നഷ്ടപ്പെട്ടു പോയവൻ്റെ ഒരു വീഴ്ചയും അഭിഷേകമുള്ളവൻ്റെ ഉയർച്ചയും നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ അഭിഷേകം തരുന്ന ദൈവത്തിൽ മുറുകെ പിടിച്ച് ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തെ നഷ്ടമാക്കാതെ നമ്മൾ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം അഭിഷേകമാണ് നമ്മളെ ദൈവം നമ്മളെ വലിയവനാക്കുന്നതിന് പിന്നിൽ അഭിഷേകമാണെന്ന് തിരിച്ചറിഞ്ഞ് അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ
താഴ്മയോടെ നിൽക്കുവാൻ തയ്യാറാകാം. പിന്നെ അടുത്തത് എന്താണ്? നമ്മൾക്കെതിരെ വരുന്ന എന്തു വന്നാലും യുദ്ധം ആര് നടത്തും? അഭിഷേകം നമ്മളുടെ മേലുണ്ട് എങ്കിൽ, ദൈവത്തിന് കീഴടങ്ങിയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അല്ലെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇന്നും എന്താണ്? യഹോവയാം ദൈവത്തെ അല്ലെ അവർ മുറുകെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? അവർക്ക് വേണ്ടി യഹോവയാം ദൈവം യുദ്ധം ചെയ്യുകയാണ്. ഓർക്കുക, നമ്മൾക്ക് വേണ്ടി യഹോവയാം ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ജയമുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.